Determine the principal dimension of cone clutch. Determine the principal dimensions of cone clutch faced with a leather to transmit 30 kilowatt at 750 rpm 750 from an electric motor to an air compressor. The semi angle of cone is 12.5 degree and a coefficient of friction mu equal to 0.2. Mean diameter of the cone എന്ന് പറയുന്നത് 6 മുതൽ 10 ഡയമീറ്റർ വരെ വാരി ചെയ്യാം. ഈസ് 6 to 10D നമുക്ക് എടുക്കാം. where D is the diameter of the shaft. Okay, allowable normal pressure for the leather and cast iron is 0.075 to 0.1 Newton per mm square വരെ allowable ആണ്. Load factor is 1.75 and mean diameter to face width ratio is 6. Assume tau equal to 42 Newton per mm square. Tau means shear stress. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് ഓഫ് ദി കോൺ ക്ലച്ച് എന്ന് പറഞ്ഞില്ല. പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഫേസ് വിഡ്ത്ത് കാണണം, ലാർജർ ഡയമീറ്റർ കാണണം, സ്മോളർ ഡയമീറ്റർ കാണണം, ലാർജർ ഡയമീറ്റർ D2 കാണണം, സ്മോൾ ഡയമീറ്റർ മീൻസ് D1 കാണണം, പിന്നെ മീൻ ഡയമീറ്റർ DM കാണണം. ഇത്രയും കണ്ടാൽ കഴിഞ്ഞു. ഓക്കെ, so how to solve this problem? First of all, we have to write the given data. So here power is equal to 30 into 10 raised to 3 watt. Speed is equal to 750 rpm. Mean diameter 6 to 10D. Mu equal to 0.2 coefficient of friction. Then mean diameter to the face width. dm by b is equal to 6. Load factor is given. Ks is equal to 1.75. So calculations of power is equal to 2 pi nt by 60. From this you will get the value of torque is equal to 381.97 Newton meter. That is equal to 381.97 into 10 raised to 3 Newton mm. അപ്പോൾ KS എന്ന സ്ഥിതിക്ക് നമുക്ക് മാക്സിമം ടോർക്ക് കാണണം. ഓക്കെ, അപ്പോൾ മാക്സിമം ടോർക്ക് എത്ര വരെ പോവാം? തന്നിരിക്കുന്ന പവർ വെച്ചിട്ട് ഇത്രയാണ് ടോർക്ക്. പക്ഷെ മാക്സിമം ടോർക്ക് എത്ര വരെ പോകാൻ പറ്റും? KS into T കാണണം. അപ്പോൾ KS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് T max എത്ര വരും? 6608.45 into 10 raised to 3 Newton mm എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കാണണ്ടേ. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് T max ഈസ് ഈക്വൽ ടു പൈ ബൈ 16 into tau into D cube എന്ന് പറഞ്ഞിട്ട് MOS പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് അതിന് ടോൻ്റെ വാല്യൂ 42 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 43.27 millimeter. അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 45 millimeter ആണ് നമുക്ക് കിട്ടുക. 45. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം DM അതേമാതിരി D2 DM അതേമാതിരി D1 ഇതൊക്കെ കാണണം. അപ്പോൾ സൈൻ ആൽഫ വന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ ആൽഫ വന്നിട്ടാകുമ്പോൾ D2 DM ഉം ബിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. സൈൻ ആൽഫ ഈക്വൽ ടു D2 മൈനസ് DM ഡിവൈഡ് ബൈ ബി ആണ്. അതേപോലെ DM മൈനസ് D1 ബൈ ബി, അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ DM ഉം D1 ഒന്നും അറിയാത്ത സ്ഥിതിക്ക് നമുക്കിത് കിട്ടൂല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് എന്താ? DM ഡിവൈഡ് ബൈ ബി ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ അതിലുണ്ട്. അപ്പോൾ DMൻ്റെ വാല്യൂ എത്രയാണ്? DM ഈസ് ഈക്വൽ ടു അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് നോർമൽ പ്രഷർ അതേമാതിരി ടോർക്കും കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നോർമൽ പ്രഷർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.1 Newton per mm square. ഈ കോൺക്രീറ്റിൻ്റെ കേസിലാണ് നോർമൽ പ്രഷർ എന്നുള്ള വേർഡ് വരുന്നത്. അപ്പോൾ 0.1 Newton per mm square. കാരണം നോർമൽ പ്രഷർ 0.075 മുതൽ 0.1 വരെ പറ്റുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ റേഞ്ചിൽ ഏറ്റവും മാക്സിമം വാല്യൂ എടുക്കുന്നത്. ദാറ്റ് ഇസ് മാക്സിമം വാല്യൂ പറയുമ്പോൾ 0.1. അങ്ങനെ PN is equal to 0.1 Newton per mm square എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം നോർമൽ പ്രഷറും ടോർക്കും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ടോർക്ക് T equal to 2 into pi into mu into P suffix N R square B. P suffix N എന്ന് പറയുന്നത് നോർമൽ പ്രഷർ. അപ്പോൾ 2 pi mu PN into ക്യാപിറ്റൽ ലെറ്റർ R square സ്മോൾ ലെറ്റർ B. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് ഇസ് ഈക്വൽ ടു 2 into pi into mu into PN into R square into B എന്ന് പറഞ്ഞാൽ DM by 6 ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. DM by B is equal to 6 എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിനകത്ത് ബി ഇസ് ഈക്വൽ ടു DM/6 വരും. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് സമയത്ത് എന്താ പറയുക 2/3 2/6 എന്ന് പറയുമ്പോൾ 3 ആയി മാറി. 2π mu into Pn into R² into ക്യാപിറ്റൽ ലെറ്റർ DM നെ നമുക്ക് എങ്ങനെ എഴുതാം 2 times സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് എഴുതാം. 2 times ഓക്കെ RM/6. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എങ്ങനെ കിട്ടും ടോർക്കിൻ്റെ വാല്യൂ നമുക്കറിയാം 2 into π into mu into Pn into R² into R³ ആയി മാറി. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്ത് കിട്ടും R³ 2 into π into mu 0.1 R³ divided by 3. Okay, so from this you will get the value of R minimum, mean കിട്ടും. RM is equal to 251.7 millimeters. So mean diameter equal to 2 times കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും 503.54 millimeter കിട്ടും മീൻ ഡയമീറ്റർ. അത്രയും കിട്ടും. ഓക്കെ, മീൻ ഡയമീറ്റർ എത്ര കിട്ടി 503.54 millimeter. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ since here the calculated value of mean diameter of the clutch is greater than diameter of the shaft. Okay, അപ്പോൾ diameter of the shaft എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിട്ടുള്ളത് mean diameter of the cone, mean diameter of the cone ആണ്. mean diameter of the cone എന്ന് പറയുന്നത് 6D മുതൽ 10D വരെ ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ മീൻ ഡയമീറ്റർ ഓഫ് ദി കോൺ എന്ന് പറയുമ്പോൾ 10 into D. D എത്ര കിട്ടിയത് D is equal to 45 ആണ്. അപ്പോൾ 10 into D എന്ന് പറയുമ്പോൾ 450 millimeter വരും. സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് മീൻ ഡയമീറ്റർ ഓഫ് ദി ക്ലച്ച് എന്ന് പറയുന്നത് 450 millimeter വരിക. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ് 503 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോർക്ക് വെച്ചിട്ട് ഈ ടോർക്കും ഈ നോർമൽ പ്രഷറും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ് 503 ആണ്. പക്ഷേ തന്നിരിക്കുന്ന ഷാഫ്റ്റ് ഡയമീറ്റർ വെച്ചിട്ട് ആ കോൺ ക്ലച്ചിൻ്റെ മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത് 450 ആണ് വരുന്നത്. അപ്പോൾ സോ ദ മീൻ ഡയമീറ്റർ ഓഫ് ദി ക്ലച്ച് എന്ന് പറയുന്നത് 450ൻ്റെ അകത്ത് വരണം, അതിൻ്റെ ഉള്ളിലായിട്ട് വരണം, എന്നാൽ മാത്രമേ ശരിയാവും. അപ്പോൾ ഇവിടെ മീൻ ഡയമീറ്റർ ഓഫ് ദി ക്ലച്ച് നോർമൽ പ്രഷറും ടോർക്കും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ മീൻ ഡയമീറ്റർ ഓഫ് ദി ക്ലച്ച് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 503.54 ആണ്. ഓക്കെ, അതേമാതിരി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മീൻ ഡയമീറ്റർ ഓഫ് ദി കോൺ ക്ലച്ച് എന്ന് പറയുന്നത് 10D വരെ പറ്റും. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് 45 എടുത്ത സമയത്ത് 450 വന്നത്. അപ്പോൾ ആ 10D എന്ന് പറയുന്നത് 503ൻ്റെ വാല്യൂനെക്കാളും ചെറുതായതിനാൽ ഡിസൈൻ ഈസ് അൺസേഫ്. അപ്പോൾ നമ്മൾ എന്ത് വേണം ഡിസൈൻ സേഫ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ DM ൻ്റെ വാല്യൂ 503.54 എന്നുള്ളത് കുറക്കാൻ നോക്കണം. എന്നിട്ട് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കൂട്ടുക. അപ്പോൾ ഷാഫ്റ്റിന് ഡയമീറ്റർ കൂട്ടലാണ് ഏറ്റവും നല്ല method. So here the design is unsafe. So for that we want to revise the value of the diameter of the shaft. നമ്മൾ ഒന്നും കൂടി മാറ്റണം. Assume ഞാൻ ചെയ്യുന്നു diameter of the shaft 45 എന്നതിന് പകരം 55 millimeter എടുക്കുന്നു. 55 millimeter എടുക്കുന്നു. അപ്പോൾ ആ 55 millimeter എടുക്കുന്ന സമയത്ത് 10 into D വരുമ്പോൾ എത്ര വന്നു 550 വന്നു. അപ്പോൾ അവിടെ ഈ നോർമൽ പ്രഷറും ടോർക്കും നമ്മൾ റിലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ആ മീൻ ഡയമീറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 550നെക്കാട്ടും കുറവായതിനാൽ ഡിസൈൻ ഈസ് സേഫ് എന്ന് പറയാം. അങ്ങനെയാണ് ഡിസൈൻ സേഫ് ആക്കുന്നത്. സോ നെക്സ്റ്റ് അപ്പോൾ അത് ഡിസൈൻ സേഫ് ആക്കി. നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഫേസ് വിഡ്ത്ത്. സോ ഫോർ DM/B is equal to 6 ആ ഇക്വേഷൻസ് ഉപയോഗിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ B is equal to എത്ര കിട്ടി 83.92 millimeter കിട്ടി. ഇനി D2 DM, അപ്പോൾ DM ഓക്കെ ആയി.
ഇനി D2 D1 കാണാം. സോ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കണം. Sin alpha is equal to D2 minus DM divided by B. So from this, sin 12.5 degrees equal to D2 minus DM area 83.92. So from this, you will get the value of D2 is equal to 521.70 millimeter. Similar, sin alpha is equal to DM minus D1 divided by B. One more equation is there. Sin 12.5 degrees equal to 503.54 minus D1 divided by 83.92. So you got the value of D1 is equal to 485.38 millimeter. So ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്.